നമസ്കാരം. ഈഗോ ഇല്ലാത്തവരാരുമില്ല. എല്ലാവരും ഈഗോ ഉള്ളവരാണ്. ഈഗോ ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ ഈഗോ. ഈഗോ അതിൽ ഗുഡ് ഈഗോ ഉണ്ട്, ബാഡ് ഈഗോ ഉണ്ട്. അതിൽ ഗുഡ് ഈഗോ എന്ന് പറയുന്നത് നമുക്ക് നല്ലതാണ്. അത് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കും. ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് വരക്കാൻ പറ്റും, ഇല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് പബ്ലിക് സ്പീക്കിംഗ് നന്നായിട്ട് പറ്റും, നന്നായിട്ടൊരു യൂട്യൂബ് ചെയ്യാൻ പറ്റും, അല്ലേ? ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അങ്ങനെ നമ്മൾ അങ്ങനെ പറ്റുമെന്ന് വിചാരിക്കുന്നതൊക്കെ അത് ഈഗോ ആണ്. പക്ഷെ അത് ഗുഡ് ഈഗോ ആണ്. അപ്പോൾ പല ആൾക്കാരും നേരെ തിരിച്ചത് ബാഡ് ഈഗോ ആയിട്ട് മാറുന്നത്, ഈഗോ എന്ന് പറഞ്ഞാൽ അഹംഭാവം. അപ്പോൾ ആ ബാഡ് ഈഗോ ആയിട്ട് മാറുന്നത് എപ്പോഴാണ്? എന്നെപ്പോലെ സംസാരിക്കാൻ ആർക്കാവില്ല, എന്നെപ്പോലെ പാട്ടുപാടാൻ ആർക്കാവില്ല, എന്നെപ്പോലെ യൂട്യൂബ് ഇറക്കാൻ ആർക്കാവില്ല. അങ്ങനെ ഇപ്പം ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ അത് എൻ്റെ അഹംഭാവമാണ്, അത് ബാഡ് ഈഗോ ആണ്. അപ്പോൾ ഈഗോ എന്നുള്ളത് ഇല്ലാത്തവരാരും തന്നെ ഇല്ല. എല്ലാവർക്കും ഈഗോ ഉണ്ട്. പക്ഷെങ്കിൽ ഈ ഗുഡ് ഈഗോയും ബാഡ് ഈഗോയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഗുഡ് ഈഗോയിനെ നല്ല രീതിയിൽ വളർത്തണം. അത് ആത്മവിശ്വാസം നമുക്ക് വർദ്ധിപ്പിക്കും. നമുക്ക് ഒരാൾക്ക് പോയി സംസാരിക്കാൻ നമുക്ക് പറ്റില്ല എന്ന് വിചാരിച്ചാൽ എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് പോയി സംസാരിക്കാൻ പറ്റില്ല, നമ്മളത് ഫേസ് ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. എന്നാൽ അത് മാറ്റി നമ്മളത് കഴിയും എന്നുള്ള വിശ്വാസം. പക്ഷേങ്കിൽ എനിക്കേ ഇത് സാധിക്കൂ എന്ന് വിചാരിച്ചാൽ അത് അഹംഭാവമാണ്. ഈ അഹംഭാവത്തിലെ ആൾക്കാർ സ്വയം പുകഴ്ത്തി പറയും, ഇല്ലെങ്കിൽ ആരെങ്കിലും അവരെ പുകഴ്ത്തി പറയുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഇഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെയാണ് ആ അഹംഭാവത്തിൻ്റെ ഇതവ. അപ്പം അഹംഭാവം വന്നു കഴിഞ്ഞാൽ അധപ്പതനം വരും, അധപ്പതനം വരാനായാൽ അഹങ്കാരം വരും. ഇത് രണ്ടും ഒരു റെയിൽവേ ട്രാക്കിൻ്റെ പാതകൾ പോകുന്ന പോലെ രണ്ടും ഒരുപോലെ പോകുന്നതാണ്. അതിനെ കൺട്രോൾ ചെയ്ത് അതിനെ നിയന്ത്രിച്ച് നമ്മൾ വലിയൊരു സംഭവമാണെന്ന് സ്വയം ചിന്തിക്കുന്നതിന് പകരം നമ്മളൊന്നുമല്ല എന്ന യാഥാർത്ഥ്യം, ഈ ഭൂമിയിൽ, ഈ വലിയൊരു ഭൂമിയിൽ, ഈ ലോകത്ത്, ഈ യൂണിവേഴ്സിൽ നമ്മളൊന്നുമല്ല എന്ന് ചിന്തിക്കുക. എത്രയോ ഒരു 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 പുഴുവെന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു സംഭവമാണ്. അപ്പം നമ്മുടെ മനസ്സിൽ ഈഗോ എന്ന്, അഹംഭാവം എന്ന ബാഡ് ഈഗോയെ മാറ്റാൻ എല്ലാവരും ശ്രമിക്കുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.